വെർച്വൽ ഗുരുകുലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. പൊട്ടറ്റോ നഗറ്റ്സ് ആണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്ക്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അതിനോടൊപ്പം ലൈക്കും ഷെയറും കമന്റും ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചതാണിത്, മൈദപ്പൊടി, മല്ലിപ്പൊടി, ചീസ്, മൊസറല്ല ചീസാണിത്, ബ്രെഡ് ക്രംസ്, ഉപ്പ്. ഇനി ഒരു ലെമണിന്റെ പകുതി ഭാഗത്തിന്റെ ജ്യൂസ് എടുക്കണം. പിന്നെ ചോപ്പ് ചെയ്ത് വെച്ച പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ക്യാപ്സിക്കം കട്ട് ചെയ്തത്, സവാള കട്ട് ചെയ്തത്, എണ്ണ, വെള്ളം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കിവിടെ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചെടുക്കണം. ഒരു ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുള്ളത്. ഇത് തവി വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഉടച്ചെടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാനിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം സവാള, ഒരു ചെറിയ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1/2 ടീസ്പൂൺ, ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം, ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. സ്പൈസി ബ്രെഡ് ക്രംസ് ആണ് എടുത്തിട്ടുള്ളത്. അത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേറ്റഡ് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ. ഇത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. നഗറ്റ്സ് ഡിപ്പ് ചെയ്യാനുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ലൂസ് കൺസിസ്റ്റൻസിയുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കണം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നഗറ്റ്സ് കോട്ട് ചെയ്യാനുള്ള ബ്രെഡ് ക്രംസ് കൂടി എടുക്കാം. നഗറ്റ്സ് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനു മുമ്പ് കയ്യിൽ അല്പം ഓയിൽ ഗ്രീസ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ നഗറ്റ്സ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് തയ്യാറാക്കിയ നഗറ്റ്സ് നേരത്തെ തയ്യാറാക്കിയ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇത് നമ്മൾ എല്ലാം ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്, കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് നേരം ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കണം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നഗറ്റ്സ് അതിലിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ബ്രൗൺ കളർ ആവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ക്രിസ്പി ആയതിനു ശേഷം നമുക്ക് കോരി മാറ്റാം. നമ്മളെ പൊട്ടറ്റോ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് മറക്കാതെ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. Thank you for watching.